ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടുമില്ലാതെ വളരെ രുചികരമായിട്ടുള്ള ഒരു പാവയ്ക്ക കറി തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഏകദേശം 200 ഗ്രാം പാവയ്ക്കയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പാവയ്ക്കയെല്ലാം ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി അല്പം വെള്ളം ഇതിലേക്ക് കുടഞ്ഞ ശേഷം കൈ വെച്ച് ആ പൊടികളെല്ലാം ഈ പാവയ്ക്ക കഷ്ണങ്ങളിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാവയ്ക്ക കഷ്ണങ്ങളൊന്നും തന്നെ പൊട്ടിപ്പോകാതെ വളരെ സോഫ്റ്റായിട്ട് കൈ വെച്ച് ആ പൊടികളെല്ലാം പാവയ്ക്കയിലേക്ക് പുരട്ടിയെടുക്കണം. ഇതുപോലെ എല്ലാ പാവയ്ക്ക കഷ്ണങ്ങളും മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്ക് ഇതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി മാറ്റി വയ്ക്കാം. ഇനി ഈ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 2 പച്ചമുളകും, 1/4 ടീസ്പൂൺ കുരുമുളകും, 1/4 കപ്പ് തീരെ പുളിയില്ലാത്ത തൈരും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു കടായി ചൂടാക്കിയ ശേഷം 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഇരുവശവും നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ കോരിയെടുത്ത് വയ്ക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു വലിയൊരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് കൂടെ അരപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഈ അരപ്പിലേക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പാവയ്ക്ക കഷ്ണങ്ങളും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഫ്ലെയിം മീഡിയത്തിലും അല്പം കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത്. ഈ അരപ്പെല്ലാം ഈ പാവയ്ക്ക കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ വളരെ രുചിയുണ്ട് ഇത് കഴിക്കാൻ. മാത്രമല്ല ഇതിന് തീരെ കയ്പ്പ് കാണത്തില്ല. അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ പാവയ്ക്കയുടെ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.